നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ടമ്മി വെള്ളേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഒക്കെ എഴുന്നേറ്റ് പല്ല് നിർദ്ദേശിച്ചില്ല, മുടിയൊക്കെ വാരിക്കേട്ടതുകൊണ്ട് പരിപാടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കണ്ണ് തുറക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ആദ്യം പോകണം പല്ല് കേൾക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ അടുക്കള തുറന്ന് ചോറ് ഇന്നലെ വെച്ച ബാക്കി ഇരിപ്പുണ്ട് കുറച്ചല്ലേ, കുറച്ച് വെള്ളം കഴിക്കണ്ട, നല്ല കഴിക്കാം. ചോറുണ്ട്, തക്കാളിക്കറി ഉണ്ട്, വഴുതനങ്ങയുണ്ട്. കേടായോ അതൊക്കെ? വഴുതനങ്ങ തക്കാളിക്കറിയൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ ചിലപ്പോൾ കേടാൻ ചാൻസ് ഇല്ല. കേടായിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്നതായിരിക്കും. തക്കാളിക്കറി കേടായിട്ടില്ല, അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റും. എന്തായാലും കഴിക്കണം. ഫ്രഷപ്പ് ആവണം പല്ല് വെച്ച്. ശ്രുതിക്ക് പയർ കഴിക്കാനുണ്ട്. അപ്പോൾ അതാണത്, ഹെൽത്തിന് വേണ്ടിയിട്ട് പയർ കഴിക്കണം. അത് മുളപ്പിക്കാൻ ശരിക്കും തുണിയല്ലേ കെട്ടിയേക്കേണ്ടത്. നീ തുണി കെട്ടിയേക്കാത്ത നനച്ചിട്ട് എന്നിട്ടാണ് തുണി കെട്ടണ്ടേ? ഇനി കെട്ടണം, അങ്ങനെയാണോ? അങ്ങനെ കെട്ടിക്കോ തുണിയിൽ. അത് മുളപ്പിച്ചെടുത്ത് കഴിക്കാമല്ല. പയർ മുളപ്പിച്ച് കഴിക്കണം ശ്രുതിക്ക്, ഹെൽത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവനെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഗൈസ് അതൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. എന്തായാലും ശ്രുതി ചെയ്യട്ടെ. ഞാനിപ്പോൾ പല്ലൊക്കെ തേക്കണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് മോളിൽ കയറി പോകണം അല്ലേ സോങ്ങി തേങ്ങ? നമുക്ക് എല്ലാ പണികളും ഫാസ്റ്റായിട്ട് തീർത്തണം. മലയുടെ മുകളിൽ തങ്കച്ചി ചേച്ചി കൂട്ടത്തി ചേച്ചിയും തങ്കച്ചിയുടെയും വീട്ടിലേക്ക് പോകാനായിട്ട്. തങ്കച്ചി എല്ലാം കഴിഞ്ഞ് പോയെങ്കിലും കൂട്ടത്തി ചേച്ചിയും പിള്ളേരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങോട്ട് കയറി പോകണം. നമുക്ക് ആളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങോട്ട് കയറി പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ എൻ്റെ ഫോൺ പറമ്പിൽ കൊണ്ട് വെച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു. ഇതിനു മുമ്പുള്ള വ്ളോഗുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വ്ളോഗിലും കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വീണ്ടും കാണിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമ്മളെ പറമ്പിലാണ് കേസ്. കാരണം റേഞ്ച് കിട്ടണമെങ്കിൽ അവൻ മരത്തിൽ കൊണ്ട് വെക്കണം. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ റേഞ്ച് വരെ കിട്ടുള്ളൂ. ഫുൾ റേഞ്ച് കിട്ടിയാൽ മാത്രമേ ഫാസ്റ്റായിട്ട് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഫാസ്റ്റായിട്ട് മീൻസ് ഒരു 5-6 മണിക്കൂർ അപ്ലോഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 ദിവസമായാലും അപ്ലോഡ് ആവില്ല. അതിന് ബുദ്ധിമുട്ടാണ്. ഇതേ ഫോൺ അടിച്ച 10 മണി 10:10 സ്ക്രീൻ ഓണായി. ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. മറ്റേ സൂര്യൻ്റെ വെട്ടടിക്കുന്നുണ്ട്, സ്ക്രീൻ കാണൂലെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഗൈസ്, അപ്ലോഡ് ഏകദേശം 60% ഇനിയും കുറേ ആവാണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ ഓണാക്കി വെക്കട്ടെ. ഇവിടെ സ്ക്രീൻ എപ്പോഴും ഓണായി കിടക്കണം, അത് വേറൊരു കാര്യം. സ്ക്രീൻ ഓണായി കിടന്ന് മാത്രമേ അപ്ലോഡ് ആവുള്ളൂ, എല്ലാം അപ്ലോഡ് ആവില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഫോൺ ചാർജ് ചെയ്തിട്ടാവുകൊണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്തായാലും അപ്ലോഡ് ആക്കട്ടെ. ഞാൻ പോട്ടെ, പോയി പല്ലേക്കട്ടെ. അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകണം. ഫോൺ അവിടെ നിന്ന് ആരെടുത്തിട്ട് പോലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഫോൺ വെച്ച് തിരിച്ച് വീട്ടിൽ പോകണം. ഞാൻ പോയി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം, കാരണം 10 മിനിറ്റ് കൂടുമ്പോഴേക്കും സ്ക്രീൻ ഓഫ് ആവും. അപ്പോൾ 10 മിനിറ്റ് മുമ്പായിട്ട് ഞാൻ തിരിച്ച് വന്നാൽ വീണ്ടും സ്ക്രീൻ തൊട്ട് കൊടുക്കണം. സ്ക്രീൻ ഓഫായി അപ്ലോഡ് ആവില്ലെന്നേ, അത് ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ തന്നെ പോട്ടെ. ശ്രുതി വിളിക്കുന്നുണ്ട് ഫ്രഷപ്പ് ആവാനായിട്ട്. ശ്രുതി ഓൾറെഡി കിണറ്റ് കയറി പോയിട്ടുണ്ട് ഫ്രഷപ്പ് ആവാനായിട്ട്. ഞാനും പോട്ടെ. അപ്പോൾ ഗൈസ് നമുക്കിതൊരു തേങ്ങ ഉണ്ട്. ശ്രുതി തേങ്ങ വിളിച്ചിട്ടുണ്ട്. തേങ്ങ ഇവിടെ നിന്ന് ഈ തെങ്ങിനാ അതേ ഉള്ളൂ, വേറെ തെങ്ങ്. പിന്നെ നല്ല ശ്രുതി കേട്ട സംഭവം സംഭവം. ഇനി ഒരു തെങ്ങൂടെ ഉള്ളൂ അല്ലേ ശ്രുതി? കായ്ക്കുന്ന തെങ്ങ്, മുകളിൽ തെങ്ങൊന്നുമില്ല. മുകളിൽ നമുക്കുള്ള തെങ്ങിന് കായ്ക്കുന്നില്ല. പിന്നെ ഈ അലരാജ് തെങ്ങ് വല്ലപ്പോഴും തേങ്ങ വിട്ടാൽ വിട്ട് ഈ ഇരിക്കുന്ന തെങ്ങ് അത് ചീട്ട് കൊടുത്തലായിരിക്കും. അങ്ങനത്തെ അലരാജ്. എന്തായാലും വാ, എടുത്തിട്ട് കുഴപ്പമില്ല. എനിക്കൊണ്ട് മിക്കവാറും അവിടുത്തെ സാധനം കൊണ്ടുകൊണ്ട് വന്ന വണ്ടിയായിരിക്കും. ഷീറ്റുണ്ട്. ആ എന്നാൽ നമുക്ക് മോളിൽ കയറാം. വാ, പാത്രം എടുത്തു. അതെടാ പാമ്പല്ലേ, പെട്ടെന്ന് ചെടി ഇറങ്ങിയിട്ട് ഞാൻ പാമ്പാന്ന് മേടിച്ചു. ചുറ്റുപാട് കഴിക്കണം, മീനാവുന്നതാണ്. ഞാനത് മീൻ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാ. മീൻ വണ്ടിയെല്ലാം തോന്നുന്നു. മീൻ വണ്ടിയാണ് ശ്രുതി വാങ്ങുന്നത്. എനിക്കറിഞ്ഞതാ, എനിക്ക് കാണാൻ പറ്റിയില്ല. ശ്രുതിക്ക് ഭയങ്കര കാഴ്ച പോകാണ്. അപ്പോൾ ശ്രുതി കാണട്ടെ, നോക്കട്ടെ. എന്തിനാണ് നോക്കട്ടെ. ശ്രുതിക്ക് ദേഷ്യം വന്ന് ഞാനും പോയി പല്ലിനേക്കാളും വെച്ചിട്ടെ. ഞാൻ ഇവിടെ വെള്ളമൊക്കെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ശ്രുതിക്ക് വേണ്ടി. ശ്രുതി തുണി മുക്കാൻ വേണ്ടി പോകണം. ഞാൻ പോയി പല്ലിനേക്കാളും ചെയ്യട്ടെ. കമോണ്ടർ മകേഷ്, കമോൺ. എവിടെ
ലോഷനൊക്കെ വെച്ചിട്ടുണ്ട് നോക്കിയിട്ട്. അതിൻ്റെ മുട്ടക്കാരൻ ചിലന്തി അതിനകത്ത് മക്കനകത്താ മക്കനകത്താ ഓ പൊണ്ണ എടുത്തു പറഞ്ഞാ മതിയാവും. സൂയിസൈഡ് ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ അകത്ത് വന്നത് എന്തായാലും പട്ടുപോയി ചിലന്തി. ഞാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി കോരണമല്ലേ ഒരു ബക്കറ്റ് കോരിക്കണം. ഞാൻ കോരിക്കട്ടെ, കാരണം പല്ല് വെച്ച് പ്രശ്നം വെള്ളം വേണ്ടേ. ഈ തൂമോള് കൊടുത്തിട്ട് പോവാട്ടോ നമുക്ക് മുകളിലേക്ക് കേട്ടാ. ഓ ഓക്കെ ഓക്കെ. നമ്മൾ തൂമ്പ് താഴത്ത് തൂമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ശ്രുതി ഇപ്പോൾ ഇവിടുത്തെ മണ്ണ് ചെത്തിക്കളയണം കേസ്. ഇവിടുത്തെ മണ്ണ് ചെത്തിക്കളഞ്ഞു, കാരണം നമ്മുടെ കറിവേപ്പില നിൽക്കുന്നു. നമ്മുടെ കറിവേപ്പിലേക്ക് വെള്ളം ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ മണ്ണ് ചെത്തിക്കണം. അതിലും വഴി കൂടെ നേരെ കുഴിയിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ കയറി ഇവിടെ പോയിട്ട് ബാക്കി കുഴി പോയാൽ മതി എന്നുള്ള മൈൻഡിലാണ് നമ്മൾ. ആണ് കറിവേപ്പിലേക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലേക്ക് വളരുമല്ല. ആ ഇന്നലത്തെ കഞ്ഞിവെള്ളം എന്തി ആ കറിവേപ്പില വെച്ച് കൊടുക്കട്ടാ. അപ്പോൾ അവിടുത്തെ മറ്റ് സെറ്റപ്പാക്കാണ് ശ്രുതി. ഒരുപാട് കുഴിക്കണ്ട, കുറച്ച് മതി. വേറെ ഭക്ഷണം കല്ല് കൂടുതലാണ് കേസ്. മമ്മാട്ടിയല്ല ശരിക്കും മൺവെട്ടി എന്നാണ്. മമ്മാട്ടി പറയും മൺവെട്ടി. എന്താ എന്തെങ്കിലും പറഞ്ഞു. ഓ ആയിക്കോട്ടെ. എന്ത് പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ തെളിയിച്ച് പറഞ്ഞുതരും. അത് എല്ലാ നാട്ടിലും മൺവെട്ടി തന്നെയാണ്. അത് മമ്മാട്ടി മൺവെട്ടിനെ പറഞ്ഞു വന്ന് സ്പീഡായിട്ട് മമ്മാട്ടിനൊക്കെ പറയാം. മമ്മാട്ടി പറയാൻ പാടില്ല. നമ്മൾ പുതിയ തലമുറയ്ക്ക് പുതിയ മെസ്സേജ് കൊടുക്കണ്ടേ, കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. നീ ഓൾഡ് ഈസ് ഗോൾഡ് തന്നെ നടക്കുമോ? അങ്ങനെ ഒരു ഗുണമില്ല. അങ്ങനെ മൺവെട്ടി ശ്രുതി മണ്ണൊക്കെ വെട്ടി സെറ്റാക്കി അവിടെ കറിവേപ്പിലേക്ക് സെറ്റാക്കി കൊടുക്കണം. കറിവേപ്പില പൊടിച്ചോളയില്ല മണ്ടാനമേ, ഇതേ ഒടിഞ്ഞു പോണ് ചെരിഞ്ഞ്. ശ്രുതിയുടെ ഓരോരോ അഭിപ്രായങ്ങൾ ശരിക്കായിരുന്നാൽ മതി. പിന്നെ ഒരുപാട് ചെടി പാടില്ല. പിന്നെ കറിവേപ്പില മരിക്ക് മുകളിലേക്ക് വരണ്ടേ. നമ്മുടെ കിണർ വൃത്തിയാക്കണം, കിണറിനകത്ത് ഫുൾ വേസ്റ്റാണ്. ആ കറിവേപ്പില പെട്ടെന്ന് വളർന്ന് രക്ഷപ്പെട്ട് കുളിക്കും അങ്ങനെയാണെങ്കിൽ. അല്ല ശ്രുതി, അതാണ് കറിവേപ്പില വന്നിട്ട് വേണം കുറേ ചമ്മന്തി വെച്ച് കഴിക്കാൻ. കറിവേപ്പില ചമ്മന്തി ഒക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കറിവേപ്പില ചമ്മന്തി. അതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ മൺവെട്ടി ശരിയാക്കി എടുത്തിട്ട് കുറച്ച് വഴി വെള്ളം അങ്ങോട്ട് പോകുന്നത് ആക്കി കൊടുത്തിട്ട് ശ്രുതി പല്ലേച്ചുകൊണ്ട് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കാം. ഞാൻ ഫ്രഷായി കഴിഞ്ഞു, പല്ലേച്ച് കഴിഞ്ഞു. ഇനി പൊടി പോയി കയ്യാലൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് കാറ്റ് കൊള്ളണം, ഫാൻ കൊള്ളണം. ചൂട് ഭയങ്കര ചൂട് അല്ലേ ശ്രുതി? ഭയങ്കര ചൂടല്ലേ? വേപ്പിലാണ് ഈ സ്വന്തം വേപ്പിൽ നല്ല സൈക്കിളില്ല ശ്രുതി പറഞ്ഞത് അതാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് മേലൊന്ന് നനച്ചോട്ടെ, കാരണം മേലൊക്കെ ഉയർത്തിരിക്കാം. ഇതുണ്ട് എൻ്റെ മേലൊക്കെ ഉയർത്തിരിക്കുന്നുണ്ടോ? മുക്കാൽ ഭാഗം ഉയർപ്പാ. 2000 രൂപ കിട്ടും ബേബി കടവ് കളിക്കുമല്ലോ. നിന്റെ അച്ഛനും കൂടെ. അങ്ങനെ ആർജെ വെള്ളം കോരി കൈയും കാലൊക്കെ കഴുകിയിട്ട് വരട്ടെ ഗൈസ്. നമുക്ക് പോയിട്ട് ചോറൊക്കെ സെറ്റ് ചെയ്യാം. അതൊക്കെ വെള്ളമൊക്കെ തട്ടി മേലൊക്കെ കഴിഞ്ഞു. എല്ലാം നിക്കറടക്കം നനച്ചോണ്ട് വരും അല്ലേ? എന്തായാലും കുളിച്ച് മനസ്സിലായി. അപ്പം ആർജ് എന്തായാലും അവിടെ ഇരുന്ന് മേലെ കഴുകിയിട്ട് വരട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു തടം പോലെ വെട്ടിയിട്ടുള്ളൂ, പക്ഷെ അത് സെറ്റാവുമെന്ന് എനിക്കറിയാം. അപ്പം എന്തായാലും പോയിട്ട് ഇവിടെ എവിടെ ചൊറിയണമുണ്ട് ഗൈസ്. തേങ്ങ എടുത്തപ്പോൾ എൻ്റെ കാലിൽ ചൊറിയണം തട്ടി. ചൊറിഞ്ഞിട്ട് മനുഷ്യന് രക്ഷയില്ല. എന്തായാലും തേങ്ങ കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ. ഞാൻ ആദ്യം പയറ് തിന്നിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ. റൂം ഒതുക്കാണ്ട് കിടന്നിട്ട് അങ്ങനെ നിന്നിട്ടില്ല. ചോറൊന്നും ചട്ടിയിൽ ചൂടാക്കി എടുക്കാം. അങ്ങനെ ശ്രുതി പയർ കഴിക്കാണ്. ഇന്നലെ വളർത്തിലൂടെ പയർ കഴിക്കണം, നല്ലതാണ്. കഴിക്കി അങ്ങനെ കുറച്ച് ഉപ്പ് കൊടുക്കും. പിന്നെ ഞാൻ ചോറ് കഴിക്കൊണ്ട് പോകണം. എനിക്ക് ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ശ്രുതി വടിച്ച് സെറ്റാക്കിയില്ലേ?
ചോറ് തീർന്നല്ല? ആ കുറച്ച് ചോറ് തരും ഞാൻ മേടിക്കണ്ട. അപ്പോൾ സൂര്യ കുറച്ച് ചോറ് കഴിക്കും, ഞാനും സൂര്യൻ കൂടി ഈ ചോറ് രണ്ടും കൂടി ഈ ചോറ് ഷെയർ ചെയ്ത് കഴിക്കും ബേസ് കുറച്ച് ദിവസമായിട്ട്. അതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. സമയം എന്തായാലും 12 മണിയൊക്കെ ആവാറായി. ഞാൻ കഴിക്കട്ടെ. സൂര്യ അവിടെ നിന്ന് കഴിക്കാം. സൂര്യക്ക് ടേബിൾ കസേര സ്റ്റൂൾ വേണം. സ്റ്റൂൾ എടുത്ത് കുക്കുമ്പറും അത് കഴിക്കണം. എനിക്ക് കുക്കുമ്പർ കുറച്ച് ഉപ്പിട്ട് തന്നാൽ ഞാൻ കഴിക്കും കേട്ടോ. ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അടിച്ച് കണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചോറും. ആ ഇൻസ്റ്റാഗ്രാമിൽ കേട്ട വീഡിയോസ് കാണും. കാരണം അതിൻ്റെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ എങ്ങനെ ഫുഡ് എടുക്കണം തടി കുറയ്ക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു കാണിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഫുഡ് സെറ്റാക്കി തരണം, മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തടി കുറയുള്ളൂ. അതായത് ചോറൊറ്റടിക്ക് കുറച്ചിട്ട് പട്ടിണി ഇടുന്നൊന്നും തടി കുറയില്ല. ആ നീ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുമ്പോൾ കുറച്ചുണ്ടാക്കുന്നു. പക്ഷേ കുറച്ചുകൊണ്ട് കാര്യമില്ല. വയറിൽ വിശപ്പ് മാറണമെങ്കിൽ അതിനനുസരിച്ച് വേറെ വല്ല ഇത് കയറണം ശരീരത്തിൽ. അപ്പം അത്രയും ഗതിക്ക് വേണ്ടത്. അത് കുക്കുമ്പറോ കുറച്ച് ചോറ് അങ്ങനെ തരണം. മുമ്പേക്ക് ഒരു തോരനൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കി തരണം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കില്ല, ശ്രദ്ധിച്ചെത്തി തരട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സിനി മോളിൽ കയറി പോകണം. ശ്രുതി അതിന് മുമ്പായിട്ട് മോളിൽ സരിത ചേച്ചി ഉണ്ട്. ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് കൊടുക്കണം എന്നുള്ള പ്ലാൻ കഴിച്ചാണ്. അതിനുവേണ്ടി എന്ത് ഡ്രസ്സ് എടുക്കും നോക്കട്ടെ. ശ്രുതിക്ക് കുറേ ഡ്രസ്സുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തിനും ആ സോള ഡ്രസ്സ് ശ്രുതി ഉപയോഗിക്കാതെ ഇരിപ്പുണ്ട് അതുമായിട്ട്. അപ്പോൾ അതിലോണം ചേച്ചി കൊടുക്കാമെന്ന് വെച്ച് നോക്കണത്. അപ്പോൾ നിനക്ക് നീ ഇടാത്തൊക്കെ എടുത്ത് കൊടുക്കുക. വെറുതെ ഇങ്ങനെ കൂട്ടിച്ചെന്നാണ് കവറോടെ കെട്ടി വെച്ചിട്ട്. ശ്രുതി വെറുതെ കുറേ ഡ്രസ്സ് കെട്ടിയടിക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഉപകാരപ്പെടട്ടെ. ആരും ഉപയോഗിക്കാതെ വെറുതെ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ആർക്കും ഉപകാരപ്പെടുന്നത് നല്ലത്. നോക്കാം എന്തൊക്കെ എടുക്കാൻ പറ്റും നോക്കട്ടെ. അങ്ങനെ ശ്രുതി സാരി പിന്നെ ടോപ്പ് അല്ലേ, ചുരിദാർ ടോപ്പ്, പാൻറ്റില്ല നമ്മൾക്ക് ചുരുക്കിയിട്ട് സാധനം വെച്ചാൽ. അതുകൊണ്ട് അതുപോലെ തന്നെ കൊടുക്കാണ്. ഉപയോഗിക്കാത്ത പുതിയ സാധനം ഇതൊക്കെ തേച്ചിട്ടില്ല. അല്ല മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതാണ് ബ്ലൗസ് ഒന്നും മാത്രമല്ല പാൻറ്റൊന്നും ഉണ്ടാവില്ല. കാര്യം പാൻറ്റ് പുള്ളിക്കത്തോളം വെള്ളയോ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, ലെഗിൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പോവാ നോക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. നമുക്കിതുപോലെ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നമ്മൾ വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ ശ്രുതി? അത്രയേ ഉള്ളൂ. അപ്പോൾ പോവാ ഗൈസ്, നമുക്കിൻ്റെ മരണം മൂടി കയറി പോകണം. നിശ്ചയം എനിക്ക് ഞാൻ ചോദിച്ചാൽ തന്നില്ല. എനിക്ക് നിർബന്ധമില്ല, നിനക്ക് വേണമെങ്കിൽ എനിക്ക് അന്ന് എടുത്താൽ മതി. അടി പസാക്കെ അല്ലേ നിക്കറിട്ടുണ്ടല്ലോ നിക്കറൊക്കെ ഇടുന്നുണ്ട്. എന്താണ് അതാണ് ശ്രുതിയാണ് ജെട്ടി ഇട്ട് കിടക്കുന്നത് മിക്ക സമയത്തും. അപ്പോൾ കേസ് ഞാൻ വാതിലൊക്കെ അടച്ചിറങ്ങുവാണ്. ശ്രുതി ഓൾറെഡി ഓടിക്കളഞ്ഞു കേസ്. ശ്രുതി അങ്ങനെ പറയാതെ ഒറ്റടിക്ക് പോയി കളഞ്ഞു. വിളിച്ചപ്പോഴേക്കും അതെ മോനിലെത്തി എന്നിട്ട് മോളിൽ വെച്ചപ്പോഴുണ്ടാക്കി വിളിക്കുന്നു. കാലവരാതി തേങ്ങ എനിക്ക് വരാൻ ദേഷ്യത്തിനുണ്ടല്ല. തേങ്ങ എടുത്തോടെ പറമ്പിൽ കളയണം. ഞാൻ പതുക്കട്ടെ ഒറ്റക്കിട്ട് പോയി കളഞ്ഞു തേങ്ങ. കൊപ്പറ തേങ്ങ വേട്ട് തേങ്ങ ഒറ്റക്കിട്ട് പോയി കേസ് തന്നെ. ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ. കയറാം. ഒറ്റയ്ക്ക് കയറി വെച്ചിട്ട് പണിയാണ്. കുഴപ്പമില്ല, നോക്കി സൂക്ഷിച്ച് കയറാം. ഞാൻ മുകളിലെത്തി കേസ്. അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ മരം മുറിഞ്ഞിട്ടുണ്ട്. അവിടെ മരം മുറിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. പിഞ്ച് റബ്ബറാണ് കേസ്. ആ റബ്ബർ വെട്ടിയിട്ട് 1 വർഷം കൂടെ ആയിട്ടില്ല. അതിലൂടെ മുറിച്ചു വന്നേ. 10-30 വർഷം വെട്ടാനുള്ള റബ്ബറായിരുന്നു. എനിക്കൊണ്ട് അവരവിടെ വേറെ വല്ല കൃഷി ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോവാം. അവിടെ എത്തി സംസാരം എനിക്ക് കേൾക്കാം. പിന്നെ മൈക്കിലതുകൊണ്ട് ഇവിടെ കേൾക്കൂല. എന്നാലും കുഴപ്പമില്ല, പോട്ടെ. കൊച്ചിന് തൊട്ടിലെത്താൻ വേണ്ടി തൊട്ടിലെത്തി ശ്രുതി സ്വന്തമായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കോ നോക്കിയാണ്. ശ്രുതിക്ക് തൊട്ടിലാണെന്ന് ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. ഈ അമ്മൂസിനുണ്ട് നമ്മൾ തൊട്ടിലെട്ടിയത്. എന്തായാലും തൊട്ടിൽ 2 അമ്മൂസുണ്ട്. ഇത് വലിയ അമ്മൂസ്, അത് വലിയ അമ്മൂസ്, ഇത് ചെറിയ അമ്മൂസ്. അപ്പോൾ ശ്രുതിയുള്ള എക്സ്പീരിയൻസ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാണ്. കൊച്ചുണ്ടാക്കി കഴിയുമ്പോൾ കെട്ടിക്കിടത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞേക്കണത്. ഫ്രീ ലൈഫ് പോകുന്നത്. ട്രൈ അഗൈൻ
എന്തായാലും ഈ വർഷം അടുത്ത വർഷം ആകുമ്പോൾ കൊച്ചാവണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ 8 വർഷം ആയില്ലേ നീട്ടി കൊണ്ടുപോയിട്ട്. അത് വേറൊരു കാര്യം. തൊട്ടിലെ കൊച്ചി തൊട്ടിൽ കെട്ടി കൊച്ചിനെ കിടത്തി ഉറക്കി. നമ്മളിവിടെ ഇരിപ്പാണ്. സുലഭ നടക്കുന്നത് ചേച്ചിയുടെ ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വൈകിട്ടൊക്കെ കൂടുമ്പോൾ എന്തായാലും വൈകിട്ട് ഒരു കൊച്ചു പക്ഷേ ഒരാൾ ഡാൻസ് കളിച്ചൊക്കെ വരുന്നു. ശ്രുതി ആ കൊച്ചിനെ തോണ്ടി എണീപ്പിച്ച് കടന്നുകൊണ്ടു. ഉറങ്ങിക്കിടന്ന കൊച്ചിനെ കണ്ണിടാൻ നോക്കാം. വെറുതെ ആ കൊച്ചിനെ ഉണർത്താനായിട്ട് ഒരു ആലോചന കാണിക്കുന്നു. തേങ്ങ, കൊപ്ര തേങ്ങ. ശ്രുതി പറഞ്ഞ കൊച്ചിൻ്റെ മോർണിക്ക് ഒരു താജ്മഹൽ വെളുത്തിട്ടുണ്ടെന്ന്. ഞാൻ താജ്മഹൽ പോയി നോക്കട്ടെ. എന്തോ കൊച്ചിന് എന്തൊക്കെയാണ് കാണിച്ചു തേങ്ങ. തേങ്ങ ഓരോരോ കാണിച്ചു നോക്കി. എന്താണെന്ന് കാണിച്ചു കാണിച്ചേക്കണത്? അടിച്ചൊരു വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വീടൊക്കെ ഫുള്ളായിട്ട്. അപ്പോൾ കേസ് എന്തായാലും വിറക് വെക്കാൻ പോകണം. അമ്മോസ് മുങ്ങി കളഞ്ഞ് പറഞ്ഞു വാർന്നിട്ട് അത് ഞാൻ സർദേശം ശ്രുതിയാണ് പോകുന്നത്. അപ്പോൾ വിറക് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് വേണം ഇറങ്ങി വിറക് വെക്കാനായിട്ട് എന്തായാലും പിടിയിട്ട് ഇവരുണ്ടാകുന്ന പോണത്. ഞാൻ വെറുതെ കൂട്ടിന് പോകുന്നു. ചിലപ്പോൾ കൊച്ചിനെ എടുക്കേണ്ട വിറക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിറക് പെറുക്കിയിട്ട് കുറേ കാലമായി കേസ്. നമുക്ക് വിറക് ഓൾറെഡി നമ്മൾ പെറുക്കി ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുള്ളൂ. എന്നാലും നമുക്ക് വിറക് കുറേ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ വൈദ്യുതി കാണുമ്പോഴൊക്കെ പെറുക്കിക്കൊണ്ടിരും ഓരോ വിറകുകളായിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെറുക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് വിറക് പെറുക്കൽ മാത്രമായിട്ടൊരു ദിവസം നമ്മൾ ചിലവാക്കാറില്ല. മിക്ക ദിവസവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന വഴിയൊക്കെ കാണുന്ന വിറകൊക്കെ പെറുക്കിക്കൊണ്ട് പോരാ പതിവ്. ഇതിപ്പോൾ ഇവിടെ ചേച്ചിക്ക് വിറകില്ല, അതാണ് നമ്മൾ പുറക്കം വന്നേക്കുന്നത്. വലിയ അമ്മൂസ് വലുത നടക്കുന്ന ആളെ വിറക് കൊടുക്കാനായിട്ട്. പക്ഷെ ചെറിയ അമ്മൂസിനെടുക്കാൻ ആൾ വേണമല്ല. അതെ വലിയ അമ്മൂസ് ചെറിയ അമ്മൂസിനെടുത്ത് 2 അമ്മൂസുമാർ എങ്ങോട്ട് പോകുന്നു? പൂവൊക്കെ പോയാ അതാണ്. 2 അമ്മൂസുമാരും കൊണ്ട് നടന്ന് പോവാണ്. ചെറിയ അമ്മൂസാണ് അതിനകത്ത് നോക്കിയിരിക്കുക. എന്താണ് അവിടെ മുകളിൽ റബ്ബർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് 2 പച്ചവിറകും ഒരു റബ്ബർ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് നോക്കിയാണ്. എന്തിനാണോ നമ്മൾ വിറക് വെട്ടുമ്പോൾ ഇതുമൊരു ബലം കൊടുത്ത് വിട്ടാൽ തോന്നുന്നു. ഇതൊക്കെ ചെറിയ റബ്ബറായിരുന്നു ഗൈസ്. വെട്ടിക്കളഞ്ഞ ഒരു ഫുള്ളട്ട് എന്തിനൊരു പിടിയില്ല. എന്തായാലും ഒരു ചെറിയ റബ്ബറൊക്കെ വെട്ടി നശിപ്പിച്ച് ആ കാടടിച്ചൊരു മതിയൊക്കെ മുട്ടക്കെടുത്താൽ പോലും നല്ല രീതിയിൽ പൈസ കിട്ടുകയാണ്. ചെറിയ മൂസിനെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് പ്ലാൻ മാറ്റി ചെറിഞ്ഞാന്ന് മേടിച്ചിട്ട് ശ്രുതിയുടെ വിറക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം ഇവിടെ നിൽക്കുന്നുണ്ട്. പാട് കാണുന്നില്ല. ശരി അപ്പോൾ 2 ചെറിയ വിറകൊണ്ടല്ലോ കൂടി പോയത്. ഹായ് അത് 2 കൂടി വിറക് കൊടുക്കട്ടെ. പിച്ചും കൊണ്ട് ഓടിപ്പോണ്ട് എന്തോ എടുക്കും പോലെ. അവൻ ഒന്നും എടുക്കൂല, വെറുതെ നടക്കും എന്നെപ്പോലെ. അമ്മൂസ് 2 അമ്മൂസന്മാർ നിർത്തിയിരിക്കാണ്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തരാം. അവരുടെ മരം മുറിക്കണ്ടേ? കഴുതാണോ? എന്ത് കോമഡി പറഞ്ഞു? ആ കോമഡിയാ? എന്താ ഒരുപാട് വിറകായിട്ട് വരുന്ന സാധനം ചേച്ചി വീടെടുക്കില്ലത്. എന്ത് അതാണ് പിന്നെന്താണ്? തളർന്ന് കിടക്കുന്ന തളർന്നിരിക്കാൻ സമ്മതിക്കൂല അല്ലേ? ഓടിച്ചെടുക്കട്ടെ. അമ്മയെ കണ്ടപ്പോ നമുക്ക് കരച്ചിൽ തുടങ്ങി. അതാണ്
അപ്പം അലാറമാണ് അമ്മ എടുക്കണമെന്നത്. ആ അലാറം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫാവും. ഞാൻ കൊത്തി കഴിഞ്ഞ് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഇതിനൊരു താളടിച്ചിട്ട് കുഞ്ഞു പോയത് പിറ്റം മോന്തെല്ലാം ചൈനക്കാർ കിച്ചു തിരിച്ചെത്തിരിക്കുകയാണ്. കാമുകിയെ കാണാൻ വേണ്ടി പോയതാ. അമ്മൂസിനെ എടുത്തോണ്ട് പോവാണ്. സർവീസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഓരോ കെട്ടിടത്തിൽ പോവാണ്. മുകളിലിരിക്കുന്ന പച്ചേനോട് എടുക്കാൻ വേണ്ടി പോകുന്നു തോന്നിയിട്ടുണ്ട്. ഞാൻ എത്ര എടുത്തിട്ട് പോവും, അത് എടുത്തിട്ട് പോയില്ല. ആ ചത്തുപോയാ? അത് ജീവനില്ലാത്ത വിറകണല്ലേ? ആ ചത്ത വിറകാണ്. ചത്ത വിറക് എടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ്. അപ്പോൾ ഈ മുട്ടി ഞാൻ എടുക്കാൻ വെച്ചു ഗൈസ്. മുട്ടി ഞാൻ എടുത്തു. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. പച്ചവിറകാണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. തോള് തന്നെ കഴിക്കുന്നുണ്ട്. തന്നെ നടക്കുമ്പോൾ കറക്റ്റ് തോളിലുമ്പോൾ കുത്തുകയാണ്. അപ്പം എന്തായാലും പോട്ടെ പെട്ടെന്ന് വീട്ടിൽ പോകും. ഉച്ചത്തേക്ക് ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡാണ് തന്നെ കഴിക്കണത്. അപ്പോൾ ഉച്ചത്തെ ഫുഡും കഴിക്കാൻ പോയിട്ട് അമ്മൂസും എൻ്റെ അനിയത്തിയെ പോലെ എന്തോ പരീക്ഷണം നടത്താൻ വേണ്ടി പോവാണ്. ആ പരീക്ഷണം നടത്തി എനിക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അല്ലേ അമ്മൂസേ? ആ സവാളയൊക്കെ അരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആള്. ആ ഫുഡ് കഴിക്കാം. ആണോ ഇവിടെ സ്റ്റുഡിയോണ്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ കാണിച്ചു തരാം. മാറിക്കടാ വഴിയിൽ നിന്ന്. ഫുള്ളും പൂച്ചകളാണ് കേസ്. അതാണ് ചേച്ചിയുടെ ചോറും മീൻകറിയുണ്ട്. പിന്നെ അച്ചിങ്ങയാണോ അച്ചിങ്ങ തന്നെ. ഞാൻ അമ്മൂസിനോട് നടക്കാൻ വേണ്ടി പോകുന്നത് കേസ്. കൊച്ചു കണ്ടിട്ട് ബാക്കിയുള്ള കുറച്ചൊക്കെ പറ്റുന്നില്ല. അതുകൊണ്ട് കൊച്ചിനോട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. കിച്ചന് ഇഷ്ടപ്പെടുന്നില്ല. കൊച്ചിനടുത്തപ്പോഴേക്കും കിച്ചന് അസൂയ അല്ലേ? കിച്ചന് അസൂയ പോടാ. ഒന്നാമതാ വെച്ചുണ്ടാക്കണത്. അങ്ങനെ അനൂപ് വന്നിരിക്കുകയാണ് കേസ്. ഓട്ടോറിക്ഷയായിട്ട് ചേച്ചിയോടെ പോകാനുണ്ട്. അപ്പം അനൂപ് വന്നിരിക്കുകയാണ്. പക്ഷേ നമുക്കായിട്ട് കുടിച്ച് പ്രശ്നമുണ്ടേ. ആ ഒരു നമ്മൾ ഇറങ്ങും. നമുക്ക് പോയി കുടിച്ച് പ്രശ്നമാവുന്നുണ്ട്. അവരുടെ കാര്യം. ഓ കിച്ചു ഓടി ഒരാളെ നിൽക്കാൻ അങ്ങോട്ട് ആടിലുണ്ടോ നോക്കാണ്ട് ഓടി കിച്ചു. അത് വേണമെങ്കിൽ ആടിൻ്റെ പാട്ട് വെച്ച് ആട് പൊളിക്കുക. അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. ബ്ലോഗ് താഴെപ്പോഴും എടുക്കുന്നില്ല. അപ്പോൾ ഈ ഫോൺ ഞാൻ കൊണ്ടുപോകുന്നില്ല. ബ്ലോഗ് എടുക്കാൻ നോക്കുന്നില്ല. അപ്പോൾ ബ്ലോഗ് ഫോൺ വെച്ചിട്ട് പോണത്. അപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാം നടക്കുള്ളൂ. ജേച്ചിയുടെ കമൻ്റൊക്കെ ഉണ്ടോ? ജേച്ചിയുടെ കമൻ്റൊക്കെ ഉണ്ട് ഈ വ്ളോഗിൽ. എന്നാ ഈ ഫോൺ കുത്തിട്ടേക്ക്. ആ നന്നായി, അടിപൊളി. അതെ അമ്മൂസ് പുതിയ ഫോൺ വാങ്ങിച്ച്. അനുവിൻ്റെ ഫോൺ വാങ്ങിച്ച് അമ്മൂസ്. ആ ആയിക്കോട്ടെ. അമ്മൂസിൻ്റെ ഫോണാണ്. ശ്രുതി ഇതിൽ കൂടെ ഇറങ്ങി കേസ്. ഇത് നമ്മുടെ വഴിയല്ല, ഇത് ഫാസ്റ്റുള്ള സ്ഥലമാണ്. ഞാൻ ഇതിൽ കൂടെ ഇറങ്ങില്ല. ഫുള്ളും കരിങ്കല്ലാണ്. ശ്രുതിയോടെ ഇതിൽ കൂടെ നേരെ വീട്ടിൽ സാധനം. ഞാൻ അപ്പം നമ്മുടെ ബൈക്ക് കൂടെ വരാമെന്ന് വെച്ച് ശരിക്കും ഞാൻ അപ്പുറത്ത് കൂടെ പോകാറ്. ആ പോയി നോക്ക് വാങ്ങണ്ടെന്ന്. ഞാൻ ശരിക്കും അപ്പുറത്ത് കൂടെ പോകാറ്. ശരി ഈ വഴി കൂടെ ഇറങ്ങാറില്ല. നമ്മുടെ പോസ്റ്റിന് പുറത്ത് ഈ വഴി കൂടെ കുത്തനക്കുള്ള വഴി കൂടെ ഇറങ്ങാറില്ല. ഞാൻ അപ്പുറത്ത് മണിമാമൻ്റെ വഴി കൂടെ ഇറങ്ങാറ്. പക്ഷേ ഇന്നെനിക്ക് വീണ്ടും ചുറ്റി നടക്കാൻ വയ്യാത്തതുകൊണ്ട് മണിമാമൻ്റെ വെളിയിലാണെങ്കിൽ ഇപ്പോൾ നടക്കാത്തതുകൊണ്ട് ഫുള്ളും കാട് കയറി കിടക്കുക. അവിടെ അങ്ങോട്ട് പോകാനൊരു ചെറിയ പേടിയുണ്ട്. പാമ്പിനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൽ കൂടെ ആകുമ്പോൾ കുത്തി ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. പതുക്കെ ഇറങ്ങട്ടെ കേസ്. പോട്ടെ. ഇതിൽ കൂടെ ഇവിടെ നമ്മൾ പകുതി കുറച്ചുകൂടെ വന്നാലും സൂക്ഷിച്ചിറങ്ങി വീഴാതെ താഴത്തെത്താം. അതാണ് ഈ വഴിയുടെ പ്രത്യേകത. അതിൽ കൂടെ ഉറപ്പാട് ഞാൻ വീടും. സുതി പറഞ്ഞ വഴി കൂടെ ഇറങ്ങി. കാരണം അത് വഴിയല്ല, അത് മരം മുടിച്ചിട്ട് ഒരു വേസ്റ്റ് മരം വലിച്ചുകൊണ്ടായപ്പോൾ ഇടിഞ്ഞു പോയതാണ്. ആ ഇടിയിൽ കൂടെ സുതി ഇറങ്ങിയത്. എനിക്കതുകൊണ്ട് അതിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ടെറസിൻ്റെ മുകളിൽ വൃത്തിയാക്കുന്ന സമയം ശരിക്കും പറഞ്ഞത്. പക്ഷേ കോൺക്രീറ്റ് ഇടിഞ്ഞുകൊണ്ട് കയറാൻ പേടി. പിന്നെ കയറാനും പാടാണ്. ഏണിയൊക്കെ വേണം കയറാനായിട്ട്. അത് വേറെ കാര്യം. ഞാൻ തന്നെ വീട്ടിലെത്തി. ശ്രുതിയെ കാണാനില്ല.
അതെ ശ്രുതി മാങ്ങയൊക്കെ പറിക്കിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ മാവ് മുറിച്ച് മാവിലെത്തിയാണോ? അപ്പോൾ കുറേ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ. അത് താളി മാങ്ങയാണോ? അതും താളി മാങ്ങ. മാങ്ങയാണ് ഗൈസ്. ഇത് വീണ്ടും കുറച്ച് ദിവസമായില്ല അപ്പോൾ. ഏത് മാവത്തെയാണ് നീ സോൺ വെച്ചിട്ട് വന്നിട്ടേ? അപ്പോൾ ആദ്യത്തെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മാവ് മുറിച്ചതിൻ്റെ തിരിഞ്ഞു വെച്ച്. ഇത് സോൺ വെച്ചിട്ട് വന്നിട്ട് ഫുള്ളാണ്. ചിലപ്പോൾ ഉണ്ടാവും പോയി നോക്ക്. നല്ലത് കിട്ടിയാൽ ഒരു ഭാഗ്യം. ഭാഗ്യം നമ്മളെ അത്രയും പുഴുവില്ല അല്ലേ? 3 കൊണ്ടത് 3 പുഴുവാണ്. കത്തി കഴിയൊക്കെ ഇനി പോയി കുളിച്ച് പ്രശ്നമാണ്. വാ തുറക്ക്. സമയം ഇരുട്ടിയ ക്ലൈമറ്റ് ആയത് വൈകിട്ട് 5:30 കേട്ടോ കേസ്. 5:30 കഴിഞ്ഞ്. അതാണ് ഒരു മഴക്കാറ് മാത്രമല്ല, ഇരുട്ടി ഓൾറെഡി വൈകിട്ടാകുമ്പോൾ വെട്ടം. അപ്പോൾ എന്തായാലും ഓടിപ്പോയി കുളിച്ച് പ്രശ്നമാവട്ടെ. നല്ല ചൂടുണ്ട്. ഞാൻ കുറച്ച് എൻ്റെ ഫോൺ ചാർജ് ചെയ്യട്ടെ. ശ്രുതി വാതിലൊക്കെ തുറന്നു. കഴുകാനുള്ള പാത്രമൊക്കെ വെള്ളം ഒഴിച്ച് വെക്കണം. ഇന്നിപ്പോൾ ഇങ്ങോട്ട് രാത്രി ഇല്ലല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. ഓ പറഞ്ഞോ. ആ ഭക്ഷണം കൂടെ നമ്മൾ ഉണ്ടാക്കണം. പണി പാടില്ല. അപ്പം അതിന് പച്ചക്കറി വാങ്ങാൻ പോയേക്കണല്ലേ? സദ്യ ഉണ്ടാക്കണം. വല്ല ഇറച്ചിയും വാങ്ങിച്ച് ഇതാക്കിയാൽ പോലെ എളുപ്പമാണ്. സദ്യ ഇതിന് കൊടുക്കേണ്ടത്. സ്ലോവാണല്ലോ ദൈവമേ. അപ്പോൾ നാളെ സൂചിക്ക് നല്ല പണിയുണ്ട് രാത്രി. ഓക്കെ ഓക്കെ. എന്തായാലും കുളിച്ച് പ്രശ്നമുണ്ടോ കേസ്? ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാം കുളിക്കാനായിട്ട്. നീ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടോ കേട്ടോ. ടർക്കി ഒന്ന് ഇതാക്കാൻ വേണ്ടി എത്ര ദിവസം പറഞ്ഞോട്ട്? അത് നിങ്ങൾ ഇതാക്കി തരുമോ? ഓ ഇന്ന് മുക്കി വെക്കുള്ളൂ. അപ്പോൾ അടുത്ത മാസം ചെയ്യുള്ളൂ. ബക്കറ്റിലെങ്കിൽ ഏതും ആ കാലത്ത് ബാത്റൂം. പിന്നെ ആ റെഡ് വട്ടപാത്രം കണ്ടല്ലോ, ആ വട്ടപാത്രം ആക്കാല. ഓ പിന്നെ കുഴക്കണം വെറുതെ. ഒരു ടർക്കിയാണ് കേസ്. നല്ലൊരു ടർക്കിയാണ്. ഇതുണ്ടോ? ഇതെനിക്ക് കളഞ്ഞൊരു ടർക്കിയാണ് കേസ്. ഇത് ടർക്കി വാങ്ങാൻ കാശില്ലാത്തതാണ് കൊണ്ടിട്ടേക്കണത്. ഇത് കഴുകിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് ചൂടുവെള്ളത്തിൽ കഴിയിട്ടാണ് ഉപയോഗിക്കാനായിട്ട് ശ്രുതി പറഞ്ഞ്. അതുകൊണ്ട് ഇവിടെ വെച്ചേക്കണത്. ഇങ്ങനെ കൂട്ടി വെച്ചിരുന്ന കാര്യം ഉപയോഗിക്കണ്ടേ? തോർത്ത് വാങ്ങാൻ കാശില്ലാത്തുമ്പോൾ കളഞ്ഞിട്ട് തോർത്തൊക്കെ ഉപയോഗിക്കുന്നത്. വാ ഇപ്രാവശ്യം വൃത്തിയായത് കേസ്. ഞാൻ കുളിച്ച് പ്രശ്നമുള്ള സമയം കൊണ്ട് ശ്രുതി ഇവിടെയൊക്കെ കട്ടിലൊക്കെ വൃത്തിയാക്കി. നമ്മൾ ഇവിടെ മറച്ചതിൻ്റെ ഷീറ്റ് ബാക്കിയുള്ള ഷീറ്റ് എടുത്ത് കട്ടിൽ വിരിച്ച് സാധനമൊക്കെ വൃത്തിക്ക് അടുക്കി വെച്ച്. അപ്പോൾ ഇനി വെള്ളം പറ്റിയാലും കുഴപ്പമില്ല, തുടച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒതുക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രുതി നന്നായിട്ട് വൃത്തിയാക്കി പണി ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പണി, സ്വന്തം വീട്ടിൽ പണി. ഞാൻ എപ്പോഴും പരാതി ശ്രുതി സ്വന്തം വീട്ടിൽ പണി ചെയ്ത് നാട്ടുകാരുടെ വീട്ടിലെല്ലാ പണി ചെയ്ത് കൊടുക്കുന്നുണ്ട് പരാതിയായിരുന്നു. ആ പരാതിക്കൊരു പരിഹാരമായിട്ട് ശ്രുതി ഇന്ന് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കി തുണിയൊക്കെ ഉണക്കാട്ടുണ്ട്. എല്ലാ തുണികളും വൃത്തിക്ക്. പിന്നെ ശ്രുതി കുളിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് വെള്ളം കോരണം. ഈ തുണി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വെള്ളം കോരണം മാത്രമേ ഉള്ളൂ. റെഡി. വേറെ പരിപാടിയൊന്നുമില്ല. ഇല്ല ഞാൻ കോരിയൊക്കെ കാരണം അത്ര എന്താണ്. എന്തായാലും ഞാൻ വരും. എനിക്ക് കൈകാലൊക്കെ കഴിയണം. കാരണം പൊടി മേത്തൊക്കെ ഇവിടെ വന്നപ്പോഴേക്കും നീ പൊടി എടുത്ത് ഇതാക്കി വന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് വയ്ക്കാൻ പറ്റുമോ അത്ര നേരം? പിന്നെ കൊതടിച്ച് നിൽക്കാൻ പ്രാന്തല്ലേ. എന്തായാലും പണികൾ തുറന്നു വയ്ക്കുകയാണ്. പിന്നെ ശ്രുതി കൂടി കുടിച്ച് പക്ഷേ പോടാം. പിന്നെ ടർക്കി മുക്കാൻ ഫൈനലി ശ്രുതി ഇന്ന് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. എത്ര ദിവസം പറയാൻ പറയുന്ന കാര്യം എന്നുണ്ടെങ്കിൽ കേസ് ഇന്ന് ശ്രുതി ചെയ്തിരിക്കുകയാണ്. എൻ്റെ ശ്രുതി അങ്ങനെ കുറേ ദിവസം ശേഷം ടർക്കി മുക്കാനായിട്ട് ശ്രുതി ഇന്ന് കാര്യം ചെയ്തിരിക്കുകയാണ്. വെള്ളം നിർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ കൊണ്ട് മുക്കാം. ഞാൻ ഡ്രമ്മോടെ കൊണ്ടിട്ടുണ്ട്. ഡ്രമ്മിൽ വെച്ചുകൊണ്ടേക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം ചെയ്ത് ഒതുക്കിയത്. എന്തായാലും ശ്രുതി ഇവിടെ ഈ കട്ടിൽ ഒതുക്കി എനിക്ക് വളരെ സന്തോഷമായി. കാരണം കട്ടിലെല്ലാം വലിച്ചൊരു വൃത്തിയാക്കി കിട്ടുന്നത്. ഇപ്പോഴും ഒതുക്കി വെച്ചേക്കണം. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് അടിച്ചൊരിടായിട്ട് തോന്നും. കാരണം നമുക്ക് അടുക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ശ്രുതി. പാത്രം എടുക്കാൻ പാത്രം സ്റ്റാൻഡൊന്നും ഇല്ല. നല്ലൊരു പാത്രം സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ കട്ടിലാണ് ഇച്ചിരി ഒതുക്കി അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അടിച്ച് അവിടെ നടക്കായിരുന്നില്ലേ? നമുക്ക് നല്ലൊരു പാത്രം സ്റ്റാൻഡ് വലുതുണ്ടെങ്കിൽ. പക്ഷേ ഇല്ല ആ വർഷം. ആ ഡ്രമ്മിൽ വെച്ചോ. എന്തായാലും സോപ്പൊടി വെച്ചിട്ട് അതിനകത്ത് മുക്കിയാൽ ടീപ്പോളത്തിൽ. ആ ടർക്കി മാത്രം മുക്കിയാൽ വേറെ മുക്കാലില്ല. വേണം നീ ട്രെയിൻ ഡ്രസ്സ് മുക്കിക്കോ ആ കൂടുതൽ കേട്ടാ.
കളഞ്ഞ വെള്ളം ഒരു കിട്ടൂടെ വെക്കാം ഞാൻ പച്ചവെള്ളം മതിയാ? അതിൽ പച്ചവെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. പച്ചവെള്ളം ഒഴിക്കലാട്ടാ, ചുടുവെള്ളത്തിൽ ഇതായിക്കോട്ടെ കേട്ടോ മതി. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കൂടെ തൂരിച്ചോ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയും പണികൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കാം. ഉണ്ട് ലോഷൻ വെച്ചില്ല. ലോഷൻ അവിടെയാണോ? കാണുന്നില്ല. നീ കൊണ്ടുവെക്കൂല, ഞാൻ കൊണ്ടുവെക്കുന്ന കുപ്പിയാണ്. നീ അടുത്ത് മുകളിൽ വെച്ചാൽ പറ്റും. ആഹാ, ആര് പറഞ്ഞു ഇവിടെ താഴത്തുറന്ന സാധനം നീ അടുത്ത് കട്ടിൽ വെച്ചിട്ടേ ഉള്ളൂ. നീ രാവിലെ വെള്ളം മുക്കിച്ചിട്ട് നീ അവിടെ വെച്ചിട്ട് പോയി. ഞാൻ അടുത്തോടെ കൊണ്ടുവച്ചത്. ആ പിന്നെ താഴ്ന്ന് മുകളിലെ പോലെ പണിയൊന്നും ഉണ്ടല്ലോ. ആ പിന്നെ തൂറി ശ്രുതി ഓരോരോ ഉടായ്പ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എടുത്താകട്ടെ. എന്നാൽ ശ്രുതിത്തിലും വൃത്തിയാക്കി കേസ് വലിയ സന്തോഷമുള്ള കാര്യം. ഇവിടെ പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. എപ്പോഴും പരാതിയായിരുന്നു. ആ പരാതിക്ക് പരിഹാരം വേണ്ട ശ്രുതി വൃത്തിയാക്കിയിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. അത് നല്ലതായിരുന്നു. ഞാൻ ഇനി ബാക്കി കുറച്ച് ഷീറ്റ് കൂടി ഉണ്ട് തോന്നുന്നു. അതെ കേസ്, ബാക്കി കുറച്ച് ഷീറ്റും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ബാക്കി ഷീറ്റാണ് മടക്കി വെച്ചേക്കുന്നത്. അത് നോക്കി ടേബിൾ ഇരിക്കുന്നത് വേറെ ആവശ്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ പോയിട്ട് വെള്ളം കുറട്ടെ, കുറച്ച് വെള്ളം കൂടി പോയി നടക്കണം. എന്നിട്ട് വരാം. എൻ്റെ പണികളൊന്നും തീരുമല്ല. ഇതുണ്ടോ ഇന്നലേക്ക് തുണിയൊക്കെ എത്രയും തുണി അണക്കി ഊരിപ്പോയി നോക്കാണ്ടിട്ടുണ്ട്. ഇവിടെ പണികളൊക്കെ തീർന്നു. ഇനി ഞാൻ വെള്ളം കുറട്ടെ. എൻ്റെ പണി സുഖം ഡ്രസ്സുമായി കുറിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ഇറങ്ങണം. നിങ്ങൾ കാണുന്നത് ചെറിയ 2 ഡോട്ട് ലൈറ്റ് ഇവിടെ അതാണ് മുകളിൽ തങ്കച്ചിൻ്റെ കൂട്ടത്തിൽ ചേച്ചി വീട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. കൂട്ടത്തിൽ ചേച്ചി ഓൾറെഡി സാധനം അങ്ങോട്ട് കടയിൽ പിരിക്കാം. അവിടെ മോളും പിന്നെ സരിത ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. ശ്രുതി കൂടി മാറി ഇറങ്ങണം. ആ ശ്രുതി വളയൊക്കെ ചേച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. സരിത ചേച്ചിക്ക് കുറച്ചുകൂടി പോകുമ്പോഴായിട്ടല്ലേ. ശ്രുതിക്ക് ഓൾറെഡി വളരെ കാശും പോലെ ഉണ്ട്. ഇതൊക്കെ ആ ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. ചെറിയ എത്ര ആയിക്കോട്ടെ. ആ വലുതാ ചേച്ചി കൊടുത്തേക്ക്. സംഭവിച്ചത് ശ്രുതിക്ക് കുറേ ഡ്രസ്സുണ്ട്. പുതിയ പാവം കല്യാണത്തിനൊക്കെ ഭയങ്കര മോശം വൃത്തിയായിട്ട രീതിയിൽ. നല്ല ഡ്രസ്സില്ല അതല്ലേ. നല്ല ഡ്രസ്സിനകത്തുകൊണ്ട് മോശം പഴയ ഡ്രസ്സ് ഇട്ട് വന്നത്. അതാണ്. അപ്പോൾ പുള്ളിക്കാരത്ത് ഇച്ചിരി കറ പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ നമുക്ക് സങ്കടം. നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സ് ഉള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ തന്നതിൻ്റെ പേരിലാണ് അല്ലേ ശ്രുതി. ഇപ്പൊ തന്നെ നമുക്ക് നല്ല ഡ്രസ്സ് ഇടാനുള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സേ കാണിച്ചതാ. ഇതിപ്പോ ശ്രുതി കാണിച്ചു കൊടുത്തത്. ശ്രുതി ആദ്യം ഇടിക്കുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ കറ പിടിച്ചാണ്. പക്ഷെ ഇത് വീട്ടിൽ നമ്മൾ ഇടുന്നത്. പക്ഷെ നമ്മള് കല്യാണത്തിനാണ് അങ്ങനെ ഇട്ടോണ്ടത്. പക്ഷെ ഞാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി അത് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അടുക്കള കാണാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു പുത്തൻ സാരി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷെ ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തു ആ ചേച്ചിക്ക്. മനസ്സനുവദിച്ചില്ല. പക്ഷെ ചേച്ചിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞിടാ. ചേച്ചിക്ക് സാരി ഉടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പം എന്തായാലും ഉടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും പോകുമ്പോഴത്തേക്കും. അപ്പോൾ ശ്രുതി ഇറങ്ങി. ടോർച്ച് വേണം. നീ അല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് ഇടത്ത് പോകാൻ പറ്റുമോ? നമുക്ക് പോകാം ഗൈസ്. പുറത്തേക്ക് നല്ല ഇരുട്ടായി കണ്ടോ. ഫുൾ അടുത്ത് നല്ല ഇരുട്ടായി. മുകളിൽ ചെറിയ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറിപ്പോ. പക്ഷേ എനിക്ക് ഇരുട്ടത്ത് നടക്കാൻ പറ്റില്ല. എന്തായാലും ഇറങ്ങാം. നമുക്കത് മുകളിൽ പോകാം ഗൈസ്. അപ്പോൾ പൂട്ടി ഇറങ്ങി. വീടൊക്കെ പൂട്ടി ഇറങ്ങി. സെറ്റായിട്ടുണ്ട്. നമ്മൾ കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ മുറിത്തേക്ക് മാറി സെറ്റായിട്ടാണ് പോണത്. കണ്ടോ ഗൈസ്, ഫുൾ ഇരുട്ടല്ലേ. ഇരുട്ടത്ത് എങ്ങനെ പോകാൻ പറ്റും? ശ്രുതി ഇത് വിളിച്ചിടാതെ. ഈ മഞ്ഞ ടോർച്ച് എനിക്കാണ്. വലുത് എപ്പോഴും ശ്രുതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കത്തുന്നില്ലേ? വലുത് ശ്രുതി എടുത്ത് ചെറുതി അടുത്തേക്കാണ് പോവാ ഗൈസ്. ശ്രുതി ടോർച്ചില്ലാതെ കയറി പോകണം. ഞാൻ ഷോർട്ട് ടോർച്ച് വെച്ചാൽ പോണത്. ശ്രുതി ഇട്ടത്തെ പോലെ ഗൈസ് ടോർച്ചില്ലാതെ പറഞ്ഞ് മാറിപ്പോയി. ടോർച്ചില്ലാതെ ഇല്ല ടോർച്ച് ഉണ്ടായിട്ട് ടോർച്ച് അടിക്കാതെ പോയിട്ട് ഇപ്പം എനിക്ക് വെട്ടടിച്ചിട്ടാണ് നമുക്ക് കയറി പോവാ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാ വെട്ടല്ലെങ്കിൽ. അങ്ങോട്ട് പോവാണ്. കയറി പോട്ടെ. എൻ്റെ വേണോ ഈ മല കയറി തളർന്നത് നാവൊക്കെ കുഴഞ്ഞു പോകുന്നു. ശ്രുതിക്ക് നാവ് വേണ്ട. ശ്രുതിക്ക് കിതയ്ക്കുന്നില്ലേ? എനിക്ക് കിതയ്ക്കണേ. എൻ്റെ പൊന്നു തേങ്ങിക്കുന്ന എക്സ്പീരിയൻസാണ്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. 2 വർഷം നടന്നു. പക്ഷേ മനുഷ്യനല്ല ഞാൻ. നീ ഏതോ കൊരങ്ങാൻ. നീ മനുഷ്യനല്ല. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിലെത്തി ശ്രുതിയിലേക്ക് കയറി പോകണം. അപ്പോൾ ഞാൻ കയറി പോട്ടെ. കുറച്ച് ഞാൻ TV കണ്ടിരിക്കും അവിടെ പോയിട്ട്.
കിച്ചു ഇത് പുറത്തിറപ്പുണ്ട്. കിച്ചു മോനെ, കിച്ചു മോനെ, അമ്മൂസേ ആ വരൂ. അമ്മൂസ് വാഴ കറച്ച് വെച്ചേക്കാണ്. കുഞ്ഞമ്മൂസ് എണീറ്റോ? കുഞ്ഞമ്മൂസ് ഉറങ്ങാണ് ഉറങ്ങാണ് ഉറങ്ങ ഉറങ്ങ. പണിയും കഴിഞ്ഞു, സാമ്പാറിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരിന്ന് തോരനോട് സെറ്റപ്പെ കൊണ്ട് അറിയാനുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് തോരനല്ലേ? തോരനുണ്ട്. ഇത് ക്യാബേജാണ് നാളെ തോരൻ ഉണ്ടാക്കണത്. അതിനോട് അറിയാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ ചോപ്പറിൽ നമ്മുടെ പ്ലാനാണ്? ഓക്കെ ഓക്കെ സെറ്റാക്കി. ഒരുപാട് ചോപ്പയുണ്ട്. അപ്പോൾ ഭയങ്കര പൊടിഞ്ഞു പോയി ചോപ്പറിൽ കേട്ടാ. എന്താണ് സെറ്റാക്കാൻ എടുക്കട്ടെ. നാളെ സദ്യ ഉണ്ടാക്കണം നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ. നാളെ നമ്മൾ തങ്കച്ചിക്കാണെങ്കിൽ പോയല്ല. അപ്പോൾ അവളെ നാളെ വീട്ടിൽ വിളിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ചേച്ചി. അപ്പം ഇവിടെ സദ്യ സെറ്റാക്കാനുള്ള പ്ലാനിലാണ്. അതിന് വേണ്ടിയിട്ട് സദ്യ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചിക്കൻ കൂടി ഉണ്ടോ? ആര് സെറ്റാക്കി ചിക്കൻ? മാമൻ പറഞ്ഞോ ചിക്കൻ കൂടി വേണമെന്ന്? ചേട്ടൻ പറഞ്ഞോ? പിന്നെ ചേച്ചി പറഞ്ഞോ ചിക്കൻ കൂടി വേണമെന്ന്? ആ നോൺ വെജ് കൂടെ ഞാൻ പറഞ്ഞില്ലേ? കാരണം വലിയ വെക്കുമ്പോൾ നോൺ വെജ് ഇല്ലാതെ എന്തൊന്നും ഇരുന്നത്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും വരുന്നുണ്ട്, നോക്കാം. നാളെ നമുക്ക് ഇവിടെ തന്നെ ഫുഡ് അല്ലേ ശ്രുതി? ശ്രുതിന് കട്ടപ്പണികളിലേക്ക് കിടക്കാൻ വേണ്ടി പോകണം. പണികൾ ഏകദേശം കുറച്ചും തീരാറായിരുന്നു. അതിനൊക്കെ ഫ്രിഡ്ജിൽ കയറ്റാത്തതാണ്. ഫ്രിഡ്ജിൽ കയറ്റുന്നതൊക്കെ പണികൾ. അസൂയം കുശുമ്പ് നിറഞ്ഞ് കിച്ചു കിടക്കുകയാണ്. കൂടെ പോയത് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മൾ അവിടെ കിടക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ചേച്ചി പറയാത്ത നമ്മൾ കിടന്നില്ല. അത് ശ്രുതി അതെ കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞാൽ കിടക്കാൻ വേണ്ടി. അപ്പോൾ ശ്രുതി അന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു. അവിടെ പിന്നെ പുള്ളിക്കാരി പറയാറുന്നത് അല്ലേ? നീ കഴിഞ്ഞ ദിവസം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പുള്ളിക്കാരത്തിന് രാത്രി സ്റ്റേ അടിക്കാൻ പറയാറുന്നത്? പക്ഷെ അവിടെ രാത്രി കിടന്ന ശ്രുതിക്ക് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേസ്. എന്തായാലും ഇനി പോയി കിടന്നുറങ്ങാം. നമ്മൾ രാത്രിയോടെ സ്റ്റേ അടിക്കണമെന്ന് ശരി ഡൗട്ടിലിരിക്കായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അവർ നിർബന്ധിച്ചാൽ സ്റ്റേ അടിച്ചാനേ. പക്ഷെ നിർബന്ധിച്ചില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ശ്രുതി പിന്നെ ശ്രുതിക്കുന്ന ആ അതെ അതെ സരിത അതെ അതെ സരിത ചേച്ചി കൊണ്ട് ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് മോശമാണ്. കാരണം അതിന് മാത്രമുള്ള സൗകര്യമൊന്നുമില്ല നിൽക്കാനായിട്ട്. അതാണ് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ താഴത്തിറങ്ങിയിട്ട് പിന്നെ നമുക്കിവിടെയൊക്കെ നല്ല സുഖമായിട്ടല്ലേ? അവിടെ നിലത്ത് വെറുതെ പായം പിടിച്ച് കിടക്കുന്ന നമ്മുടെ മെറ്റീരിയൽ സോഫയിൽ സുഖമാണ്. തൂണ്ടിക്കളാം. അട്ടയാണ് ഇങ്ങോട്ട് കൊണ്ട് ശല്യം വരുന്നത്. കൊണ്ടിപ്പോകുന്നത് തോണ്ടിക്കാണുള്ള തുണിയൊന്നും കേട്ടോ. ഞാൻ ഹൈഡ് എടുത്തോളാം. ഞാൻ എടുത്തോളാം വീട് കുഴപ്പമില്ല എടുത്തോളാം. ഞാൻ ഹൈഡ് എടുത്തോളാം. ഞാൻ പറയണേ അപ്പം അത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ വ്ളോഗ് അധികം ലെങ്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കഥ പറച്ചിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ എല്ലാവർക്കും നമ്മള് നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ഇപ്പൊ കാണാം. എന്റെ മുന്നേ തേങ്ങനെ ക്യാമറ കാണിക്കാത്ത ഭയങ്കര പ്രശ്നം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ താമസം. പുതിയൊരു വീഡിയോ ഇട്ടേക്കും. ബൈ ഫ്രം RJ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓളുന്ന ബെല്ലൈക്കണും കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാരി വിതറുക. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മളതുപോലെ നമ്മളാ കഴിയുന്ന പോലെയൊക്കെ നമ്മൾ സെറ്റ് ആക്കാറുണ്ട്. അയ്യോ നിന്റെ മോന്ത കാണൂല്ല, കണ്ണാടി മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തു തുടങ്ങിയത്. പക്ഷെ അത് എത്ര തോന്നുന്നു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു. അതാ അത് വന്ന് ശരിയാവും. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോ ബൈ ഫ്രം RJ. Bye.